ഓം നമഃശിവായ. നമസ്കാരം. ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാഹം എന്ന പദത്തിന് വിശിഷ്ടമായ വഹനം എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്തതും ജീവിതാവസാനം വരെ കൂടെ കൊണ്ടുപോകുവാൻ സാധ്യത ഉള്ളതുമായ ബന്ധമാണ് വിവാഹത്തിലൂടെ ഉണ്ടാകേണ്ടതും അതുതന്നെയാണ്. സ്ത്രീ പുരുഷന്മാരുടെ സ്വഭാവ അനുകൂല്യത്തെയും അഭിപ്രായ ഐക്യത്തെയും സൂചിപ്പിക്കുന്ന പൊരുത്തമാണ് ഗണപ്പൊരുത്തം. ഗണം ഒന്നായാൽ ഗുണം 10 എന്ന പഴമൊഴിയും പ്രസിദ്ധമാണ്. നക്ഷത്രങ്ങളെ ദേവഗണം, മനുഷ്യഗണം, അസുരഗണം എന്നിങ്ങനെ 3 തരം തിരിച്ചിരിക്കുന്നു. സ്ത്രീ പുരുഷന്മാർ ഇരുവരുടെയും ഗണം ഒന്നായാൽ ഏറ്റവും ഉത്തമമാകും. ദേവഗണത്തിൽ ജനിച്ച പുരുഷന് മനുഷ്യഗണത്തിൽ ജനിച്ച സ്ത്രീ ശുഭവും, അസുരഗണത്തിൽ ജനിച്ച പുരുഷന് മനുഷ്യഗണത്തിൽ ജനിച്ച സ്ത്രീ മധ്യമവും, അതുപോലെ മനുഷ്യഗണത്തിൽ ജനിച്ച പുരുഷന് ദേവഗണത്തിൽ ജനിച്ച സ്ത്രീ ശുഭവുമല്ല. അസുരഗണത്തിൽ ജനിച്ച സ്ത്രീയെ ദേവഗണത്തിലും മനുഷ്യഗണത്തിലും ജനിച്ച പുരുഷന്മാർ വർജിക്കണം. ഇന്നത്തെ വീഡിയോയിൽ അസുരഗണവും ദേവഗണവും ഒന്നായാലുള്ള ഫലങ്ങളെ പറ്റിയാണ് നാം പറയുന്നത്. അശ്വതി, മകയിരം, പുണർദം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി എന്നീ നക്ഷത്രങ്ങൾ ദേവഗണമാണ്. കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രങ്ങൾ അസുരഗണവും. അസുരഗണത്തിൽ ജനിച്ച വ്യക്തികളും ദേവഗണത്തിൽ ജനിച്ച വ്യക്തികളും രണ്ടുപേരും എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ നിലപാടുകൾ പുലർത്തുന്നവരായിരിക്കും. ഒരേ വിഷയത്തെ ഇവർ രണ്ടുപേരും സമീപിക്കുന്നത് വ്യത്യസ്തമായ രീതികളിലായിരിക്കും. അസുരഗണം എല്ലാത്തിനെയും വൈകാര്യമായിട്ട് സമീപിക്കുമ്പോൾ ദേവഗണം എല്ലാത്തിനെയും പ്രായോഗികമായി സമീപിക്കും. ഇവരുടെ ദാമ്പത്യത്തെ 2 ഘട്ടമായി തിരിച്ചാൽ ആദ്യമൊക്കെ അസുരഗണം പറയുന്നതൊക്കെ തലയാട്ടി അനുസരിച്ച് വളരെ വിനയത്തോടെ പെരുമാറും ദേവഗണം. ഇഷ്ടമില്ലാതെ ഇരുന്നിട്ടും പല കാര്യങ്ങളിലും വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ ദേവഗണത്തിനുണ്ടാവും. അടിച്ചമർത്താനുള്ള ശ്രമം പോലും അസുരഗണം സ്വീകരിച്ചു എന്ന് വരും. അസുരഗണത്തിൽ ജനിച്ചവർ ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നിയത് പറയും, മനസ്സിൽ തോന്നിയത് ചെയ്യും. എന്നാൽ ദീർഘനാൾ ദേഷ്യം മനസ്സിൽ കൊണ്ടു നടന്ന് പെരുമാറണമെന്നില്ല. അവരുടെ ഉള്ള് ശുദ്ധമായിരിക്കും. എന്നാൽ ദേവഗണമാകട്ടെ ഒന്നും മറക്കില്ല. അസുരഗണം ചെയ്തതും പറഞ്ഞതുമൊക്കെ ഓർത്തു വെക്കുകയും തരം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്തെന്നും വരും. അതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്ന ദമ്പതികളായിരിക്കും ഇവർ. അസുരഗണത്തിന് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ദേവഗണം എല്ലാം സഹിച്ചിട്ട് അവസരം വരുമ്പോൾ പൊട്ടിത്തെറിക്കും. സഹനശക്തി കൂടുതൽ ദേവഗണത്തിൽ ജനിച്ചവർക്കായിരിക്കും. എന്നാൽ കുറെ കാലം മുന്നോട്ട് പോകുമ്പോൾ ദേവഗണം പ്രതികരിക്കാൻ തുടങ്ങും. അസുരഗണത്തെ തിരുത്താനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അസുരഗണത്തെ വകവെക്കാതെ ഇരിക്കാനും എല്ലാം തുടങ്ങും. അങ്ങനെ ദേവഗണത്തെ അനുസരിക്കേണ്ട സ്ഥിതി അസുരഗണത്തിൽ ജനിച്ച വ്യക്തിക്ക് ഉണ്ടാവാം. അപ്പോൾ മുതൽ ഈ ദമ്പതികൾക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകുവാൻ സാധിക്കും. എത്ര തന്നെ കലഹിച്ചാലും ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാവാറുണ്ട്. ഒരാൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ താങ്ങായും തണലായും മാറാൻ മറ്റേയാൾക്ക് സാധിക്കും. ദേവഗണത്തിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായാൽ നല്ല പോലെ കെയർ ചെയ്യാൻ അസുരഗണത്തിൽ ജനിച്ച വ്യക്തിക്ക് സാധിക്കും. അവശതകൾ വരുമ്പോഴായിരിക്കും ദേവഗണത്തിന് അസുരഗണത്തിന്റെ ഉള്ളിലെ സ്നേഹവും കരുതലും മനസ്സിലാക്കുന്നത്. പുറമേ എന്തൊക്കെ കാട്ടിയാലും ഉള്ളിൽ സ്നേഹമുള്ളവരായിരിക്കും അസുരഗണക്കാർ. എന്നാൽ ദേവഗണത്തിൽ ജനിച്ചവരാകട്ടെ പുറമേ കാണുന്ന സ്നേഹത്തിൽ ആയിരിക്കും വില നൽകുന്നത്. പുറമേ എപ്പോഴും സ്നേഹത്തിൽ പെരുമാറാനും തൻ്റെ ഇഷ്ടങ്ങളൊക്കെ എതിർക്കാനുമൊക്കെ അവർ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ദേവഗണം അസുരഗണത്തിന് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താലൊക്കെ വലിയ സ്നേഹമായിരിക്കും. പക്ഷേ അത് കിട്ടുന്ന സമയത്തേ ഉള്ളൂ എന്ന് മാത്രം. മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ വിമർശിക്കുന്നവരും എപ്പോഴും അകറ്റി നിർത്തുന്നവരുമാണ് അസുരഗണക്കാർ. എന്നാൽ ദേവഗണമാകട്ടെ തനിക്ക് ഗുണമുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യത്തിന് പോലും പിറകെ പോവും.
അസുരഗണത്തിൽ ജനിച്ച വ്യക്തികൾക്ക് എപ്പോഴാണ് സ്നേഹം, ദേഷ്യം എന്നിവ വരുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ ഇവർക്ക് സാധിക്കാറില്ല. ദേവഗണം അത് കണ്ടറിഞ്ഞ് പെരുമാറാൻ ശ്രമിച്ചില്ല എങ്കിൽ ദാമ്പത്യം ദുഃഖകരമായിരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം പിണങ്ങുന്നത് അസുരഗണം തന്നെയായിരിക്കും. ദേവഗണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും. പിണക്കങ്ങൾ പരിഹരിക്കാൻ ആദ്യം എത്തുന്നത് ദേവഗണത്തിൽ ജനിച്ച വ്യക്തികളായിരിക്കും. ദേവഗണത്തിൽ ജനിച്ച വ്യക്തി എന്ത് കാര്യവും ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ അസുരഗണത്തിൽപ്പെട്ട വ്യക്തികൾക്ക് എടുത്തുചാട്ടം കൂടുതലാണ്. തെറ്റുകളെ അംഗീകരിക്കാത്ത സ്വഭാവവും അസുരഗണത്തിൽ ജനിച്ചവർക്കുണ്ടാകും. അത് ന്യായീകരിക്കുന്ന സ്വഭാവവും ഇതൊക്കെ തന്നെയാണ് ദേവഗണത്തിൽപ്പെടുന്നവരെ ദേഷ്യം പിടിപ്പിക്കുന്നതും. ദേവഗണമാകട്ടെ അസുരഗണം കാണിക്കുന്ന ഏത് കുഴപ്പവും ഏത് രഹസ്യവും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രത്യേക കഴിവുള്ളവരായിരിക്കും. എന്നാൽ ദേവഗണം എന്ത് കള്ളം പറഞ്ഞാലും അസുരഗണത്തിന് പെട്ടെന്ന് മനസ്സിലാവില്ല. അസുരഗണത്തെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു പറ്റിക്കുവാൻ, സാഹചര്യം തണുപ്പിക്കുവാനും ദേവഗണത്തിന് പലപ്പോഴും സാധിക്കും. ഇവർ തമ്മിൽ കലഹങ്ങളും പിണക്കങ്ങളും ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സ്നേഹത്തിന്റെയും പിണക്കത്തിന്റെയും ഇടയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഈ ഗണക്കാർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം. ചില അസുരഗണ നക്ഷത്രങ്ങളും ദേവഗണ നക്ഷത്രങ്ങളും ഒരിക്കലും ചേരില്ല. പൂയവും ചതയവും, അത്തവും ചതയവും, മകവും തിരുവോണവും, രേവതിയും മകവും, അശ്വതിയും തൃക്കേട്ടയും, മക ഇരവും ചിത്തിരയും, മക ഇരവും അവിട്ടവും, കാർത്തികയും പുണർദവും, പുണർദവും വിശാഖവും, അത്തവും ചതയവും, ചോതിയും ചതയവും, അനിഴവും ചിത്തിരയും, അനിഴവും അവിട്ടവും, തിരുവോണവും ചതയവും എന്നീ നക്ഷത്രങ്ങൾ പരസ്പരം ചേരാത്ത നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഒന്നായാൽ നിരന്തര കലഹവും കുടുംബത്തിൽ സമാധാനക്കുറവും അകൽച്ചയും ഉണ്ടാകാം. തീരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ദാമ്പത്യം ഈ നാളുകളിലുള്ള ദമ്പതികൾ തമ്മിൽ കണ്ടുവരാറുണ്ട്. അസുരഗണവും ദേവഗണവും ഒന്നായാലുള്ള പൊതുഫലമാണ് പറഞ്ഞിരിക്കുന്നത്. പൊരുത്തം പരിശോധിക്കുമ്പോൾ ഗണപ്പൊരുത്തം മാത്രമല്ല പ്രധാനം. ഗണപ്പൊരുത്തം ഇല്ല എങ്കിലും യോനി പൊരുത്തമോ വശ്യപ്പൊരുത്തമോ ജാതക ഘടനയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ദമ്പതികൾ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കും. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നിങ്ങളുടെ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.